1,71,00,000 അങ്ങാണ്ട് വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തു. 1,71,00,000 രൂപ വന്നാ? 1,70,00,000 ഉറുപ്പിക 1,71,00,000 അങ്ങാണ്ട് വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തു. 1,71,00,000 രൂപ വന്നാ? 1,70,00,000 ഉറുപ്പിക വന്നു. സെറീനയുടെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിലും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിലും ആ നാട്ടിലെ വാർഡ് മെമ്പറും കൂടി ചേർന്നാണ് ആ ചികിത്സന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചതും നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും. ആരാണ്? എന്റെ പേര് ഫൈസൽ എന്നാണ് പറയാം. എറണാകുളത്ത് നിന്ന് വിളിക്കണേ. ഞാൻ വിളിച്ചതേ മെമ്പർ നമ്മുടെ ഒറ്റപ്പാലത്ത് പണ്ടൊരു ഫിറോസ് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരാ സെറീന എന്ന് പറയുന്നവരെയൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ തിരക്കിയതാണ്. അപ്പൊ അത് മെമ്പറാണ് ഇടപെട്ടത്. മെമ്പർ ബാങ്കിലൊക്കെ പോയി അല്ല ഇവനാ പറയുന്നത്, ഫിറോസാ പറയുന്നത്. ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് കിട്ടിയില്ല, അത് പ്രിന്റ് ആയതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതേക്കുറിച്ച് പറയാൻ പറ്റും. ഒരു ബാങ്ക് ഒരിക്കലും പറയില്ല പ്രിന്റർ കേടാണ്. അതെ, ഞാന് ഇതിലെന്താ വിഷയം എന്ന് വെച്ചാല് അതില് ഒരു പയ്യനൊരു കുട്ടി അവരെ തൊട്ടയലോകത്തൊരു കുട്ടിയുടെ നമ്പർ തന്നു. എനിക്ക് ഇയാളെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ വലിയൊരു സിറ്റുവേഷനിലാണ് എന്റെ നമ്പർ തന്നത്. അപ്പൊ ആ നമ്പർ തന്നപ്പോ ഞാൻ അവര് വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അവര് വന്ന് ആ വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തിട്ട് അവര് ചെയ്ത പണി എന്താ വെച്ചാല് എന്റെ നമ്പർ അതില് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെയും കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ ആ കുട്ടിയുടെ അമ്മേരെയും നമ്പർ കൊടുത്തിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഇപ്പൊ അവര് ഫോൺ എടുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 2 ദിവസം ഏകദേശം 1000 കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട് അതില്. ഞാൻ രാത്രി ഉറക്കം ഇല്ലാതെ അത് 2 ദിവസം അറ്റൻഡ് ചെയ്തെന്നുള്ളതാണ്. 2 ദിവസം. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇവര് വന്നു. അപ്പൊ ഏകദേശം എനിക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നിരുന്നു, ഇത്ര ലക്ഷം റുപ്യ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുംബൈയിലേക്ക് ഇങ്ങനെ മെസ്സേജുകൾ ഇഷ്ടംപോലെ വന്നു. അപ്പൊ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് വന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു പൈസയുടെ ഇടപാടൊക്കെ നിങ്ങളാണ്, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അത് നിങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പൊ ഇവര് ഫിറോസ് എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാല് നിങ്ങൾ എന്റെ അനിയന്റെ പേരിൽ ഇവർക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഇതിന്റെ അക്കൗണ്ട് ഉണ്ടായത്. അവരെന്തോ ഒരു ജനറൽ അക്കൗണ്ട് കണ്ടാൽ തോന്നും, അങ്ങനെ പൈസ അധികം വരുന്ന അല്ലാതെ ഇടപാട് നടത്താല്ലേ ഇവരാ. ഇടപാട് നടത്തേണ്ട ആവശ്യമില്ല, അത്രയും പാവപ്പെട്ടവരാണ്. അപ്പൊ പറഞ്ഞു അനിയന്റെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ജോയിന്റ് അക്കൗണ്ട് ആണോ നിങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. അവരെ കുടുംബക്കാരുണ്ട് അവിടെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട് അറസ്റ്റോട്ടിൽ. അപ്പൊ ഇയാളുടെ ഭയങ്കര ഭക്തനാണ്, ഗംഭീര ഭക്തനാണ്. ആ ഭക്തനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പൊ നമുക്കിപ്പോ അത് അതില് അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് എനിക്ക് അത് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞ അവരെന്താ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ബാങ്ക് ഇടപാടും പൈസയുടെ ഇടപാടൊക്കെ നിങ്ങൾ, അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്ത് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്താ വെച്ചാ അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ ബാങ്കിൽ മറ്റേ ഒരു അവർക്ക് എന്തെങ്കിലും പോരായ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു എന്നോട് ഫുൾ ഗ്യാരണ്ടിയാണ്, നീ ഒരു പേടി മേടിക്കുന്ന കാരണം. അപ്പൊ അതിന്റെ ഡോക്ടറെയും നമ്മൾ കണ്ടപ്പോ ഓക്കെ അത് പറഞ്ഞു, എന്ത് ചികിത്സ വേണമെങ്കിൽ ചെയ്യാൻ സന്തോഷം, അതൊരു കൃഷിയില്ലാന്നാണ്. അപ്പോഴാണ് ഇവരുടെ വരവ്. അങ്ങനെ അവര് അവിടെ കുറച്ച് പൈസ അവർ കെട്ടി, പിന്നെ കുറച്ച് പൈസ കൊടുത്തു. അങ്ങനെ പിന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതിന്റെ കുറച്ചും കൂടി എല്ലാത്തിലും നിന്നത്, പൈസ എടുക്കാനും വരാനും. അപ്പൊ ഈ അക്കൗണ്ട് ഏകദേശം ഫില്ലായപ്പോ ഇവരുടെ വേറൊരു അക്കൗണ്ട് അവര് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അക്കൗണ്ട് ഒന്നും എനിക്ക് തരാൻ കഴിയില്ല, അതിലെ നമ്പറിൽ പോവും. എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തവര് 1,71,00,000 അങ്ങാണ്ട് വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തു. 1,71,00,000 രൂപ വന്നാ? 1,70,00,000 ഉറുപ്പിക വന്നു. അത് വേറൊരു അക്കൗണ്ടിലേക്കും കയറി പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് വേറൊരു അക്കൗണ്ടിലേക്ക് കയറി പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്. കുറെ ആളുകളെ വേറൊരു അക്കൗണ്ട്, 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ 2 അക്കൗണ്ട് പരിശോധിച്ചിട്ടില്ല. ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നീടാണ് പിന്നീട് അറിഞ്ഞത് ഫെഡറൽ ബാങ്കിൽ. കാരണം പറയാ എനിക്ക് എന്നോട് അവര് പറഞ്ഞത് ഈ അക്കൗണ്ടിലും കുറെ പൈസ വന്നു എന്ന് പറഞ്ഞത്. അതെ അതെ, അത് വേറൊരു അക്കൗണ്ടിലും കൂടി വന്നിട്ടുണ്ട്.
അല്ല അത് ഇതിലെന്താ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അവരെ വിളിച്ചിട്ടുണ്ട്. അവര് ആ അക്കൗണ്ട് നമ്പർ കൊടുത്തു. പിന്നെ എന്നിട്ട് ഇവര് എന്നിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 5 ഒരു വീട് പണിത് കൊടുക്കാന്ന് അന്ന് വീഡിയോ ചെയ്തിരുന്നവര്. അപ്പോ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ ഒരാളെ ഈ പണി ഏൽപ്പിച്ചു, ഈ വീടിന്റെ പണി. അവരെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആളെ തന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവര് ഒരു ലീഗിന്റെ പയ്യനോട് അവനെ വിളിച്ച് അവനെ ഈ പണി ഏൽപ്പിച്ചു. അപ്പൊ അതിൽ കുറച്ച് പൈസ പോരാത്ത ഉണ്ട് ചേട്ടാ, ഇത്ര കുറച്ചും കൂടി പൈസ നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിത് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്തിരി സഹായിക്കാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ ആയിക്കോട്ടെ. പക്ഷെ വേറൊരു കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ചാല് അവര് പറഞ്ഞ പൈസ ആ കാശ് കുറച്ചിട്ടാ കൊടുത്തത്. അവര് പിന്നെ മോളുടെ കല്യാണത്തിന് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജ് ആയിട്ടില്ല. അത് ഫിക്സഡ് ഇട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സംസാരിച്ചപ്പോ അവര് ഫിക്സഡ് ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ ഇവർക്ക് 45 ലക്ഷം രൂപയാണ് ഇയാൾ കൊടുത്തോളൂ. കാരണം ഇവർക്ക് വന്ന മുഴുവൻ പണവും ഇദ്ദേഹം ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. അത്രേ ഉള്ളൂ. ഇയാളുടെ അനിയന്റെ അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞോ. ഇയാളുടെ അനിയന്റെ ഇവന്റെ ഫിറോസിന്റെ തന്നെ സ്വന്തം അക്കൗണ്ട് പറഞ്ഞോട് സൗത്ത് ബാങ്കിൽ എടുത്തിട്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റി. എന്നോട് പറഞ്ഞത് അനിയന്റെ പേരിലും ജോയിന്റ് അക്കൗണ്ട് ആവണം. അത് ലെസൺ കേക്ക് ഇവർക്ക് ആ പൈസ അവിടെ ജോയിന്റ് ആയത് സെറീന എന്ന് പറയുന്ന ആ ഇത്ത പറഞ്ഞത് ജോയിന്റ് ആയത് ഷിഹാബ് ആലത്തൂർ എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോസിന്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഷിഹാബ് ആ ഷിഹാബ് ആയിരുന്നു അതിനകത്ത് ജോയിന്റ് അക്കൗണ്ട് ആയത്, ജോയിന്റ് ആയത്. അവരുടെ അക്കൗണ്ടിൽ ജോയിന്റ് ആയത് അവരായിരുന്നു. അവര് ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ശരിക്കും ക്രോസ് ചെയ്തത് വെച്ചാല് ഇവര് പിന്നീട് എനിക്കത് മനസ്സിലായത്. കാരണം അത് പിറ്റേ ദിവസം തന്നെ ഈ കാശ് കയറിയതിന്റെ പിറ്റേ ദിവസം വന്നിട്ട് ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജോയിന്റ് അക്കൗണ്ട് ആക്കി മാറ്റി ആ അക്കൗണ്ട് അതിലേക്ക് മാറ്റിയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് ഒരിക്കലും പോയിട്ട് പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്ത് ഇവരോട് പറഞ്ഞെന്നറിയോ, നമ്മള് ഇനിയിപ്പോ അതൊരു വിവാദത്തിലേക്കോ മറ്റേതൊന്നിനും നമുക്ക് പോകണ്ട, താല്പര്യമില്ല നമുക്ക്. കാരണം നമ്മളുടെ 3 കുട്ടികൾ രക്ഷപ്പെട്ടില്ലേ, അത് തന്നെ നമുക്ക് ഏറ്റവും വലുതല്ലേ. പിന്നെ നമ്മള് പിന്നെ അതിന്റെ പിന്നാലെ പോവാന്ന്. ഇതില് ഇപ്പൊ ഇത്താക്കൊക്കെ ശരിക്കും അന്ന് എത്ര രൂപ കിട്ടിയിരുന്നു? ഞങ്ങൾക്ക് ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസിന് 15 ലക്ഷമാണ് തന്നത്. പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ട്രീറ്റ്മെന്റിന് 10 ലക്ഷം. 10 ലക്ഷം 25. പിന്നെ വീടിന് 10 ലക്ഷം. നമുക്ക് വീട് 350 സ്ക്വയർ ഫീറ്റ് ആകെ വീടുണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടികളെ കൊണ്ടുവന്ന് കടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ വാടകയ്ക്ക് ഇരിക്കായിരുന്നു. പിന്നെ പൈസ ഫിറോസ് പൈസ തന്നിട്ട് ഞങ്ങൾ പിന്നെ വീട് ശരിയാക്കിയത്. ഫിറോസല്ല, നിങ്ങൾക്ക് ജനങ്ങളെ അയച്ചു പൈസ അല്ലേ, ഫിറോസ് തന്നല്ലോ. അതല്ല, അങ്ങനെയല്ലേ ഇപ്പൊ പറയുന്നത്. കാരണം നിങ്ങളുടെ ദയനീയത കണ്ടിട്ടുള്ളൂ. അതാണ് ഇവിടെ ആളുകൾക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് വന്ന പണമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രോഗികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അതാണ് അതിന്റെ ശരിയായ രീതി. അല്ലാതെ അതുകൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ അത് പറയുന്നത്. ആ രോഗിക്ക് വന്നത് ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. നമ്മള് ഏതാ ചെയ്യേണ്ടതെന്നില്ല, അറിയാത്ത. നിലവിൽ അപ്പൊ ശരിക്കും ആകെ ഒരു 45 ലക്ഷം രൂപയാണ് ഇത്താക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത്താടെ അക്കൗണ്ടില് ഇത്താടെ സ്വന്തം അക്കൗണ്ട് ആയിരുന്നു, അതിലേക്ക് ഒരു ജോയിന്റ് ആവുകയാണ് ചെയ്തതല്ലേ? ജോയിന്റ് ആവുകയാണ്. അത് ആര് പറഞ്ഞിട്ട് അങ്ങനെ ജോയിന്റ് ആക്കിയത്? ഷിഹാബിനോ? ഫിറോസ് തന്നെ വന്ന് പറഞ്ഞിട്ടാണ് ആക്കിയതല്ലേ? അതങ്ങനെ ഇത്ര സ്വമേധയാ സമ്മതിച്ചു കൊടുത്താണ്? സ്വമേധയാ സമ്മതിച്ചു കൊടുത്താണ് അത്? അതെ, അങ്ങനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത്ര നീക്കി വെച്ചിട്ടുണ്ട്, ബാക്കി പൈസ എന്താണ് ചെക്കിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി പറഞ്ഞു. എല്ലാ ചെക്കുകളിലും ഒപ്പിട്ട് കൊടുത്തല്ലേ? പിന്നെ ആ ആവശ്യം കഴിഞ്ഞിട്ട് വേറെയും ചെക്കുകൾ മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഒരൊറ്റ ഇതിൽ തന്നെ ഒരൊറ്റ ബുക്കല്ലേ നമുക്ക് തരും, ചെക്ക് ബുക്ക്. ആ ചെക്ക് ബുക്കിൽ ഫുള്ളായിട്ട് ഒപ്പിട്ട് കൊടുത്തു. അതെ, അങ്ങനെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇത്ര നീക്കി വെച്ചിട്ടുണ്ട്, ബാക്കി പൈസ എന്താണ് ചെക്കിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി പറഞ്ഞു. എല്ലാ ചെക്കുകളിലും ഒപ്പിട്ട് കൊടുത്തല്ലേ? പിന്നെ ആ ആവശ്യം കഴിഞ്ഞിട്ട് വേറെയും ചെക്കുകൾ മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഒരൊറ്റ ഇതിൽ തന്നെ ഒരൊറ്റ ബുക്കല്ലേ നമുക്ക് തരും, ചെക്ക് ബുക്ക്. ആ ചെക്ക് ബുക്കിൽ ഫുള്ളായിട്ട് ഒപ്പിട്ട് കൊടുത്തു. നമ്മൾ പോകുന്ന വീടുകളൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത ആളുകളാ. അവരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അവർക്ക് തന്നെയാണ് പൈസ വരുന്നത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മാറ്റുന്നതിന്റെ ഭാഗമായി താങ്കൾ ചെക്ക് വല്ലതും ഒപ്പിട്ട് വാങ്ങിയിരുന്നു? ഇല്ല, നമ്മളത് വാങ്ങലില്ല. ബ്ലാങ്ക് ചെക്ക് നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കൂല. താങ്കൾ 5ാമത്തെ പോയിന്റ്, ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും മാറ്റേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ പാൻ കാർഡ് ചോദിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കണക്ക് പ്രകാരം 22 ലക്ഷം പ്ലസ് ഒരു 10 ലക്ഷം 32 ലക്ഷം കിഴിച്ചാലും നമുക്ക്
അതാണെന്ന് തോന്നുന്നു അല്ലെ. 22 ലക്ഷം രൂപ ചെലവ്. 1/17 കഴിച്ചാൽ ബാലൻസ് 60 ലക്ഷം രൂപയോളെ വരുള്ളൂ. 60 ലക്ഷം രൂപയോളം എന്ന് പറയരുത്, 60 ലക്ഷം രൂപ വലിയ സംഖ്യയാണ്. ഇനി നിങ്ങൾ ചോദിച്ചതിന് ഉള്ള ഒരു ഇതാണ്. രണ്ടാമത്തെ കാര്യം, സെറീനയുടെ പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിലും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിലും ആ നാട്ടിലെ വാർഡ് മെമ്പറും കൂടി ചേർന്നാണ് ആ ചികിത്സന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചതും നമ്മൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും. എല്ലാവരെയും അടുത്ത് നിർത്തിയിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ ആളുകൾ പറഞ്ഞു നടക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അടുത്ത് വരുന്ന ദിവസം തന്നെ ഞാൻ ലൈവിൽ വന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റിലെ കണക്ക് പറഞ്ഞ് അത് തുറന്നു കാണിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം അവിടുത്തെ വാർഡ് മെമ്പർ പോവും. ആ വാർഡ് മെമ്പറാണ് എന്നെ വിളിച്ച ആ കുടുംബത്തിന്റെ കാര്യം പറ. അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടി പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം. കാരണം ഒരു സ്റ്റേറ്റ്മെന്റിന് പോയപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞത്ര ഒരു പേപ്പറിന് 3 രൂപ വെച്ച് വേണമെന്നോ, പ്രിന്റർ മെഷീൻ കംപ്ലൈന്റ് ആയി അത് നിങ്ങൾ മാറ്റിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് കൂടെ വരണമെന്ന്. അപ്പൊ മെമ്പറിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. ആ സാധനം കയ്യിൽ കിട്ടിയാൽ ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് കുടുംബത്തെ നിർത്തി ഞാൻ ഒരിക്കൽ കൂടി ലൈവിൽ വരും. എന്നെക്കുറിച്ച് ആ സമയത്ത് അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായിട്ട് വിവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ചാരിറ്റി പ്രവർത്തകർ ആരായാലും അത്തരം ആളുകളുടെ മുഖം മൂടി അഴിഞ്ഞു വീണ അത്തരം ആളുകളുടെ മുഖത്ത് നോക്കി എന്റെ ഇത് കേൾക്കുന്ന നിങ്ങളോടൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇനി കാണുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റോടുകൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ആ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അതിനുശേഷം ഈ ചെറ്റകളേക്കങ്ങൾ കാണാൻ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുള്ള ഒരു വഴി ഞാൻ തന്നെ ഒരുക്കി തരും. കാരണം അങ്ങനെയൊന്നും ഇവരെ വിടാൻ പാടില്ല. പിന്നെ ഞാൻ ഇപ്പോഴും പറയാം, ഒറ്റപ്പാലത്ത് ഒരുത്തനുണ്ട് ഒരു ചാരിറ്റി പ്രവർത്തകൻ. അവനാ ഒറ്റപ്പാലത്ത് ഞാന് മറ്റേ ആ 3 കുട്ടികളുടെ ആക്സിഡന്റ് ചെയ്ത വീഡിയോയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നതാ, ബാങ്കിലടക്കം. എന്നിട്ട് നാട്ടുകാരെയൊക്കെ പേഴ്സണലായിട്ട് വിളിച്ചു പറയാം. അതിനകത്ത് വന്നത് 1,20,000, അതാണ് 1,17,00,000 അല്ല, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഫിറോസ് അന്ന് ഉണ്ടാക്കിയിട്ട് പോയി എന്നൊക്കെയാ പറഞ്ഞിരിക്കണേ. ഞാൻ അന്ന് ആ കുടുംബത്തെ വിളിച്ചിട്ട് പറഞ്ഞതാ, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുക, എന്നിട്ട് ഈ ജനങ്ങളുടെ മുന്നിൽ എനിക്ക് വിളിച്ചു പറയണം. ഇവര് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയപ്പോൾ ബാങ്ക് പറഞ്ഞ എന്താണെന്നറിയോ, ഇതിനകത്ത് 10 or 300 സാധനം ഉണ്ട്, ഇത്രയും പ്രിന്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രിന്റർ മെഷീൻ കംപ്ലൈന്റ് വന്നാൽ മെഷീൻ നിങ്ങൾ വാങ്ങിച്ചു തരണം. ഇതൊക്കെയാണ് ബാങ്ക് പറയുന്നത്. എങ്ങനെ ഇവര് ഒരു കസ്റ്റമർ ബാങ്കിൽ പോകുമ്പോൾ കസ്റ്റമർ പ്രിന്റർ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുക കംപ്ലൈന്റ് ആയാലും, അതല്ലെങ്കിൽ അവരോട് അതിന് പൈസ വാങ്ങിച്ചോട്ടെ. ഒരു പ്രിന്റ് എടുക്കാൻ 1 രൂപയോ 2 രൂപയോ 3 രൂപയാണ്, 300 പ്രിന്റ് ഉണ്ട്, ഇതിന്റെ പൈസ വേണമെന്ന് പറഞ്ഞാൽ അവരത് കൊടുക്കും. അതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് എങ്ങനെ തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടത്. അതല്ലെങ്കിൽ ഞാൻ അതിന്റെ അന്ന് ഞാൻ ആ കണക്ക് പറഞ്ഞിട്ടുണ്ടാവും.